അതിനപ്പുറത്ത് ഇതിൻ്റെ ഡേറ്റ് ഇട്ട് കൊടുത്തപ്പോൾ ഇതിൻ്റെ എന്ത് കിട്ടും നമുക്ക്? ഓൾഡ് റിസൾട്ട്. ഇതിന് റിസൾട്ടിൻ്റെ ഒന്ന് ഫോക്കസ് ചെയ്യൂ. റിസൾട്ട് ടെട്രാ ഹൈഡ്രോ കാനബിനോൾസ് THC. പോസിറ്റീവാണോ? ഈ കാണുന്നത് പോസിറ്റീവാണോ? അല്ലേ? പോസിറ്റീവ് അല്ലേ? തെറ്റല്ലല്ലോ. ഇതാ പോസിറ്റീവ് തന്നെ കാണുന്നത്. പോസിറ്റീവാണ്. ഇതാണ് ഇവൻ്റെ റിസൾട്ട്. ഓക്കെ, ഇതാണ് ഇവൻ്റെ റിസൾട്ട്. ഇതിൽ പോസിറ്റീവാണ്. ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. എല്ലാവരും ഈ മെത്തേഡ് ചെയ്ത് നോക്കണം. ഇത് ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് കൊടുക്കാം ഇതെങ്ങനെ ചെയ്ത് നോക്കേണ്ടത് എന്നുള്ളത്. ഷമീറിൻ്റെ ആദ്യത്തെ യൂറിൻ ടെസ്റ്റിൻ്റെ SID നമ്പറും അന്നത്തെ ഡേറ്റും വെച്ചിട്ട് ഇപ്പോഴത്തെ ഓനിട്ട ലിങ്ക് കയറുക, എന്നിട്ട് അതിനടിയിലുള്ള HTTPയിൽ കയറുക, അതിനകത്ത് ഇപ്പോൾ കൊടുത്തുള്ള SID നമ്പറും ഡേറ്റും മാറ്റുക, പഴയ SID നമ്പറും ഡേറ്റും കൊടുത്താൽ അവൻ്റെ പഴയ റിസൾട്ടിൽ ഓന് ടെട്രാ ഹൈഡ്രോ കാനബിനോൾസ് പോസിറ്റീവ് എന്ന് കാണും. എങ്ങനെ ഷമീറെ ഈ പറഞ്ഞ 18 അല്ല ഷമീറെ, മൂഞ്ചിയല്ലോ നാദ, ഇതിന് മറുപടി പറയണം ഷമീർ. ടെട്രാ ഹൈഡ്രോ കാനബിനോൾസ് പോസിറ്റീവ് എന്ന് കാണും. എങ്ങനെ ഷമീറെ ഈ പറഞ്ഞ 18-ാം തീയതിയിൽ നിന്ന് ഇന്ന് ഡേറ്റ് എത്ര? 27. ഈ 9 ദിവസം കൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ആവുന്ന ഒരു തന്ത്രം, അല്ലെങ്കിൽ ഇത് ലാബിൻ്റെ പ്രശ്നമായിരിക്കും. ലാബുകാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ലാബല്ലേ? ആദ്യം തന്നെ ഇവൻ ഈ ഉടായ്പ കാണിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഹയർ അതോറിറ്റിക്ക് നിങ്ങളത് കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തോ? വീണ്ടും അവൻ നിങ്ങളുടെ ലാബിൽ തന്നെ വന്നു, വീണ്ടും അവൻ ഉടായ്പ കാണിച്ചു. ഈ മൂത്രത്തിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഇനി ഇത് DNA ടെസ്റ്റിന് കൊടുക്കേണ്ടി വരും, അത് ഓൻ്റെ മൂത്രം തന്നെ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. കാരണം എന്താ, ഇന്ന് നോക്കുമ്പോൾ ഈ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോണ്ട് ജാസി പടച്ചോനെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എജാൽ സ്ക്രിപ്റ്റ്. ഓ ഇങ്ങനെ കയറുക, ലൈവിട്ട് കയറുമ്പോൾ ജാസി അവിടെ നിൽക്കണം. അതാ ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ടൊപ്പി ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് പുറത്ത് വിടട്ടെ. കേരള പോലീസ് ഇതൊക്കെ കണ്ടിട്ട് എന്ത് നോക്കിയിരിക്കുക? എല്ലാത്തിനും പിടിച്ച് അകത്തിട്, എത്രയും പെട്ടെന്ന്. ഞാൻ ആദ്യം മുതലേ ഈ പറഞ്ഞ തൊപ്പീൻ്റെ ഇഷ്യൂ പറഞ്ഞൊരു കാര്യമുണ്ട്. ജാസി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വിഷയത്തിലെ പാമ്പ്, ഇതിലെ കുത്തിത്തിരിപ്പ്. ഓനാണ് ഇതിൻ്റെ പ്ലാനിങ്, പ്ലോട്ടിങ്, സ്ക്രിപ്റ്റിങ് എല്ലാ പരിപാടിയും. മനസ്സിലായോ? ഇന്ന് ഓൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ റിസൾട്ട് നെഗറ്റീവ് ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പായി ആദ്യം മുതലേ ലൈവ് കണ്ടപ്പോൾ. കാരണം ഓൻ്റെ ആ ഉഡായ്പ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഒന്ന് പ്ലേ ആയിട്ടോ. കാണാത്തവരാരെങ്കിലും ഒരു ലൈവ് കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടോ, ഇന്ന് പോണതാണ്. അള്ളാണേ ഉമ്മ സത്യം ഞാൻ ടെസ്റ്റ് ചെയ്തു. വാവ് സുമേഷ് രമേഷ്, എടാ ഈ അഭിനയം വല്ല സിനിമയിലും അഭിനയിച്ച് നമുക്ക് ഓസ്കാർ കിട്ടൂലോ നായ്ക്കളെ. വാവച്ചേട്ടനെ വിട്ട് ആ പാമ്പിനെ പിടിക്കണം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജാസീനെ കണ്ടു. വാവ് വാവ് വാട്ടിന് അഭിനയം. ഇന്റെ മോനെ ഞാൻ കാരണം നല്ല ഓസ്കാർ ഭരത് അവാർഡ് എടുത്തു കൊടുക്കും നായ്ക്ക്. ഇത് സീരിയസ് ആയിട്ട് ഞാൻ തെറി പറയുന്നതല്ല. എനിക്ക് നായ എന്ന് പറയാൻ എനിക്ക് ഡോഗ്സിന് ഭയങ്കര ഇഷ്ടം. ഈ ജീവിയൊക്കെ എന്തെങ്കിലും കൊടുക്കും സീരിയസ് ആയിട്ട്. കാരണം എന്ത് അഭിനയം. പിന്നെ ലൈവ് ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, ലൈവ് ആയതുകൊണ്ട് ലൈവിനകത്ത് മറ്റത് ചെയ്യാൻ പറ്റില്ല. എടാ പൊന്നു ഷമീറെ, ലൈവിൽ ഈ എൻ്റെ ഇതെടുത്ത് പുറത്തിട്ട് ഇങ്ങനെ ഒഴിക്കുന്നത് കാണിച്ചു കൊടുക്കും, അത് ഈ കാണിച്ചു കൊടുക്കുക, അത് കട്ട് ചെയ്യണമല്ലോ. ആ പോർഷൻ ഈ മാറിപ്പോയല്ലോ. ആ പോർഷനിൽ എവിടെ ഞാൻ ജാസീനെ കണ്ടിട്ടുണ്ട്. ജാസി ഈ ഒപ്പല്ല കയറിയിട്ടുള്ളത്, ജാസി ആ സീനിൽ. ഓക്കെ, അതും കൂടി ഞാൻ വെച്ചത്. ഷമീറിനെ അരിയണ്ണൻ തൂക്കി മോനെ. ലൈവ് ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റൂല, ലൈവിൽ മറ്റേത് ചെയ്യാൻ പറ്റൂല. അല്ല ഷമീറെ, ഈ എൻ്റെ യൂറിയൻ എടുക്കാൻ പോയി, അപ്പം ലൈവ് കട്ട് ചെയ്തില്ലേ? ആ പോഷനിലൊന്നും ഞാൻ ജാസിനെ കണ്ടിട്ടില്ലല്ലോ. ആ പോഷനിലൊന്നും ഞാൻ ജാസിനെ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ട്? രാവിലെ ചെല്ലുകയാണ്. ഇതുവരെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ്, എല്ലാ തെമ്മാടിത്തരം ചെയ്യാനും എല്ലാ പരിപാടിക്കും ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ ജാസിയും ഷമീറും. ഇന്നത്തെ ദിവസം ഷമീർ അവിടെ ചെന്നപ്പോൾ വാവ് ജാസി ജാസി ആ ഷമീർ എന്നിട്ട് ഉമ്മാനെ പിടിച്ച് സത്യം ചെയ്യും. എടാ നിങ്ങളെ ഉമ്മമാരൊക്കെ എന്ത് തെറ്റാടാ ചെയ്യും? ഷമീർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, എൻ്റെ ഉമ്മാക്ക് വേണ്ടിയും എൻ്റെ ഉപ്പാക്ക് വേണ്ടി എൻ്റെ ഫാമിലിക്ക് വേണ്ടി എൻ്റെ ലവർക്ക് വേണ്ടിയാണെന്നുള്ളത്. ഷമീർ ഉള്ള കാര്യം ഉള്ള പോലെ സമ്മതിച്ചോ? ഇതൊക്കെ ഒന്നും ആർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നെ പോലെ. ഇതൊക്കെ ഇതിനകത്ത് സ്റ്റോർഡാണ്, ഡാറ്റയാണ്, ഒരു ലാബിൻ്റെ ഡാറ്റയാണ്. അതിനകത്ത് എൻ്റെ ഫസ്റ്റ് റിപ്പോർട്ടിൽ അത് പോസിറ്റീവാണ് TCH. അപ്പോൾ ആ സാധനം ഈ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സംശയമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവൻ വാവ് അടിച്ചു. ഏത് ഷമീർ അവിടെ വരുന്നു, ഷമീറാണെങ്കിൽ അതിലും വലിയ ഷമീർ മറ്റേത് ഏത് വാവ്. അപ്പോൾ ജാസി അവിടെ ഓവർ ആക്ടിങ്. അല്ല ഇത് പോലീസുകാരൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നു, പിന്നെ ആരും വരുന്നത് കണ്ടില്ല എന്നൊക്കെ. അല്ലെങ്കിൽ എവിടെ ജാസി എൻ്റെ പേരിൽ പോലീസ് കേസ്? ഇത് ആരും മൊയ്താക്കണേ? തൊപ്പീൻ്റെ പേരിലും ഷമീറിൻ്റെ പേരിലും പോലീസ് കേസ് വരും, കാരണം അവർ ചെയ്ത പണിയതാ. ഇത് എൻ്റെ റോൾ എന്താ? എൻ്റെ റോൾ കുത്തിത്തിരിപ്പാ.
അതിന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ കേസ് എടുക്കാനുള്ള വകുപ്പില്ല കുത്തിത്തിരിപ്പ്. മനസ്സിലായി എനിക്ക്? അതുകൊണ്ട് കുത്തിത്തിരിപ്പൻ നാരദം പണിക്ക് ഇവിടെ പാരപ്പണിക്ക് ഇവിടെ കേസില്ല. അതുകൊണ്ട് ഇച്ച് കഴിച്ചില്ലായി. അല്ല ജാസിയെ, എൻ്റെ പേരിൽ ഏത് പോലീസ് സ്റ്റേഷനിലാണ് കേസുള്ളത്? ജാസിക്ക് ഒരു കേസുമില്ല. ഈ ആരാ മൊയന്താക്കണേ? ആകെ കേസുള്ളത് ഷമീറിന് തൊപ്പിക്ക്. എൻ്റെ മെയിൻ പണി കുത്തിത്തിരിപ്പ്. അതിന് ഈ കേരളത്തിൽ കേസ് എടുക്കാനുള്ള വകുപ്പില്ല. അതുകൊണ്ട് ജാസി രക്ഷപ്പെട്ടു. ലാബിലെ CCTV അവർ പുറത്തുവിടണം. അത് പരിശോധിക്കണം. ഇവൻ കയറുന്നതിന് മുമ്പ് ജാസി അതിൽ കയറിയിട്ടുണ്ടോയെന്ന്. മനസ്സിലായോ? അത് എൻ്റെ ഒരു സംശയമാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഇവൻ്റെ മലദ്വാർ ഗോൾഡിൽ ഒളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ട് അത് ഇവൻ്റെ ഈ കിട്ടിയ സാധനത്തേക്ക് ഒഴിച്ചിട്ടും കൊടുക്കും. കാരണം ഈ ഇമാതിരി കള്ളന്മാരാണ്, ക്ലാസ് റോഡുകളാണ്. മനസ്സിലായില്ലേ? അങ്ങനെ അത് നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. കാരണം ഓൻ്റെ മൂത്രമല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ 9 ദിവസം കൊണ്ട് എങ്ങനെയാണ് അത് നെഗറ്റീവ് ആവുന്നത്? ഹൗ ഇറ്റ്സ് പോസിബിൾ ആവാം. ചിലപ്പോൾ എൻ്റെ മേത്തുള്ള കണ്ടന്റ് ഇറങ്ങിപ്പോവാം. എന്നാലും 9 ദിവസം മുന്നേ ഈ പോസിറ്റീവാണ് ഷമീറെ. അത് വിളിപ്പിക്കാൻ നിൽക്കല്ലേ. അതിൻ്റെ ഹാർഡ് കോപ്പി ഇപ്പോഴും കാണിച്ചിട്ടില്ല. അത് ഈ കാണിക്കണം. ആ ഹാർഡ് കോപ്പി ഈ കാണിക്കാൻ എനിക്ക് ഞാൻ വെല്ലുവിളി. ആ ഹാർഡ് കോപ്പി കാണിക്കും. 9 ദിവസം മുന്നത്തെ ആ ഡേറ്റിനുള്ള ഫസ്റ്റ് ടെസ്റ്റിൻ്റെ ഹാർഡ് കോപ്പി കാണിക്കുക. ഈ കാണിക്കേണ്ട ആവശ്യമില്ല. സൈറ്റിൽ അതുണ്ട്. ഈ പിൻ ചെയ്ത് വെച്ച സുക്രേൻ്റെ സൈറ്റിൽ കയറി അതിൻ്റെ ഓൾഡ് SID നമ്പർ അടിച്ച് ഡേറ്റ് വിട്ടാൽ പോസിറ്റീവ് എന്നുള്ള സാധനം നാട്ടുകാർ കണ്ടു. ഓക്കെ, ഷമീറെ ഹെയർ ടെസ്റ്റ് ചെയ്. ഷമീർ വീണ്ടും ഊമ്പി. ഓൻ്റെ സ്ക്രിപ്റ്റ് ആയില്ല. ഞാൻ എന്നാ പോട്ടെ എന്നല്ല. എടാ മൊണ്ണേ, പൊട്ട ഷമീറെ, എന്നാണൊക്കെ ആദ്യമേ ഈ ജാസിൻ്റെ എൻ്റെ ഒപ്പമുള്ളവരെ മൂത്രം എടുത്ത് കൊടുത്തിട്ട് നെഗറ്റീവ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ വന്ന് തൂക്കുമായിരുന്നു, എന്നെ പൊക്കുമായിരുന്നു. ആരാ പൊട്ടൻ? അല്ല, ആരാ പൊട്ടൻ? ആരാ മൊണ്ണ? ഓൻ്റെ അടിയും ഓൻ്റെ ദേഷ്യവും അറിയാൻ പറ്റില്ല. ഈ നായ്ക്കൊന്നും ഒരു അമ്പവും കൊണ്ടില്ലാത്ത. ചിലപ്പോൾ ഈ സൈന് കണ്ടിട്ടേ ഞാൻ ഏതോ ഹോസ്പിറ്റലിൽ പോയി ഇത് പഠിച്ചു വന്നാന്ന് പറയും. നായ ഇത് സ്വിറ്റ്സർലാൻഡിൻ്റെ സൈനായിട്ട് ഞാൻ അത് പറയേണ്ടത്. പ്ലസ് കണ്ടതൊക്കെ ഇനി അങ്ങനത്തെ മണ്ടന്മാരാണ് അവർ. സ്ക്രിപ്റ്റ് ഇടാനും നുണ പറയാനും മാത്രമായിട്ട് ഞങ്ങൾക്ക് അറിയും. ഫേക്ക് ചെയ്യുക, നുണ പറയുക, സ്ക്രിപ്റ്റ് ഇടുക. ഇതാണ് ഇവരെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായി? ഇവരെ തലതൊട്ട അപ്പൻ തൊപ്പി പഠിപ്പിച്ചു കൊടുത്തത് ഇതാണ്. അതിനും കൂടുതൽ ബുദ്ധി വരും വളർന്നിട്ടില്ല. മനസ്സിലായില്ലേ? അതാണ് ഇവരുടെ യൂണിവേഴ്സ്. പ്രിൻസിപ്പൾ ഓനാണ്. ശിഷ്യന്മാർ നന്നാവൂ? ഒരിക്കലും നന്നാവൂല. സായിക്ക് കാറിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമല്ല പറയാനറിയാം, കാറിൻ്റെ പുറത്തുനിന്നും സായിക്ക് നല്ല വൃത്തിക്ക് പറയാനറിയാം. സായി തൊപ്പിനെ ന്യായീകരിക്കാനാണ് നടക്കുന്നത് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. തൊപ്പി ഇതിലും ക്യാഷ് ഇറക്കിയിട്ടുണ്ടാവും. എൻ്റെ ഒരു സംശയമാണ്. ഇവന്മാർ ആദ്യം കൊച്ചി പോയിരുന്നത്. ആദ്യം കൊച്ചി പോയിട്ട് ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കിയെന്നല്ലോ. ഈയും ജാസിയും കൂടി പോയിട്ട് മൂത്രം കൊടുത്തിട്ട് എന്തേ അതിൻ്റെ സാധനം പുറത്ത് വരാൻ ഷമീറെ? കൊച്ചിയിലൊരു 3-4 ലാബിൽ ഈ കയറി ഇറങ്ങിയിട്ടുണ്ട്. ആ കയറി ഇറങ്ങിയ ലാബിൽ ഒരു ലാബിൽ ഈ കയറിയിട്ട് റിസൾട്ടും കൊടുത്തിട്ടുണ്ട്. 3 ദിവസം 4 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടുന്നുണ്ട്. ആ മൂത്രം ടെസ്റ്റ് ചെയ്ത റിസൾട്ട് പുറത്ത് വന്നിട്ടില്ല. അതെന്തേ? ആ ലാബിൽ എനിക്ക് തന്നില്ലേ? അതിനുത്തരം ഈ പറയണം. പിന്നെ ഞാനിവിടെ ഞാൻ പറഞ്ഞ ഡേറ്റിനുള്ള ആദ്യത്തെ എൻ്റെ ലാബ് റിസൾട്ട്, ഓക്കെ, ആദ്യത്തെ ലാബ് റിസൾട്ടായ 18/6/2026 ഈ ഫസ്റ്റ് പോസ്റ്റ് ചെയ്ത എൻ്റെ റിസൾട്ട് ഈ തിരുത്തി നാട്ടുകാരെ പറ്റിച്ച അതിൻ്റെ ഒറിജിനൽ റിസൾട്ട് ഹാർഡ് കോപ്പി വിത്ത് വാട്ടർമാർക്ക് ആ കവറിൽ നിന്ന് ഈ ഊരി കാണിച്ചില്ല. അതുപോലെ കാണിക്കാനുള്ള ധൈര്യം എനിക്ക് വേണം. ഷമീർ അതും മുക്കി. ഷമീർ വീണ്ടും ഊമ്പി, നല്ല ഊമ്പല ഊമ്പി. ഇത് ഷമീറിൻ്റെ വാലുകളോട് കഴിഞ്ഞ വട്ടം തൊപ്പീൻ്റെ വാലുകളോട് ഈ ഷമീറിൻ്റെ വാലുകളോട് ഓൻ്റെ പോലെ ഒരു ഊമ്പിയ ജീവിതം വേണ്ടാന്നുണ്ടെങ്കിൽ സ്വന്തമായി ചിന്തിച്ച് മുന്നോട്ട് ജീവിക്കും. ഇനിയും ഫോളോ ചെയ്യണമെന്നോ ഇന്ന മറ്റേ ഇൻഫ്ലുവൻസർ ആക്കിയിട്ട് മറ്റേ ഇതാക്കി കാണണമെന്നൊന്നും ഞാൻ പറയുന്നു. പറഞ്ഞു തരും, അല്ലെങ്കിൽ പറയാൻ പറ്റും. അതിൻ്റെ മുകളിൽ ചിന്തിക്കേണ്ടത് നിങ്ങളെ ബുദ്ധി വെച്ചിട്ടാണ്. മനസ്സിലായോ? ഒറ്റയടിക്ക് ഒരാളെ മാസാക്കാനോ തീയിടാനോ ഒന്നും നിങ്ങൾ നിൽക്കണ്ട. ഞാനും അല്ല. മനസ്സിലായില്ല? ഇതൊന്നും അല്ല. ഞാനാണെങ്കിൽ ഈ കണ്ടന്റ് എൻഡ് ഓഫ് ദ ഡേ ദിസ് ഈസ് എ കണ്ടന്റ്. ഇതിനകത്ത് നിന്ന് 10 ആൾക്ക് വിവരം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, അതിന് എനിക്ക് വരുമാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നത് തന്നെയാണ്. അല്ലാതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഒരാളുടെ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ പാടില്ല, ഒരാളുടെ അടിമ ഫോളോവർ ആവാനും പാടില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ക്രിമിനൽ കൂട്ടങ്ങൾ, ക്രിമിനൽ മൈൻഡുള്ള കൂട്ടങ്ങൾ. ഷമീർ വീണ്ടും ഊമ്പി. എനിക്കും സായിക്കും പറയാനേ കഴിയുള്ളൂ. നിങ്ങളെ ബുദ്ധി വെച്ചിട്ടാണ്, നിങ്ങൾ ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് പറ.